വൈദ്യുതി നിരക്ക് ഇനിയും കൂട്ടണമെന്ന KCB. നിലവിലുള്ള സർചാർജിന് പുറമെ യൂണിറ്റിന് 14 പൈസ കൂടി അധിക സർചാർജായി ഈടാക്കും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിലും ബോർഡ് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അധികമായി വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ ഇനിയും 60 കോടി പിരിഞ്ഞു കിട്ടാനുണ്ടെന്നും KCB. വിവരങ്ങളുമായി MK വിനോദ് ചേർന്നുണ്ട്. വിനോദ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ട്. ഇതൊക്കെ കരകയറാൻ സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം വൈദ്യുതി ചാർജ്, വെള്ളം തുടങ്ങിയവയുടെ നികുതി വർദ്ധിപ്പിക്കുക, നേരത്തെ തന്നെ ഭൂമിയുടെ ടാക്സ് വർദ്ധിപ്പിക്കുന്നു, ഫ്ളാറ്റുകൾക്ക് ടാക്സ് ഏർപ്പെടുന്നു, അങ്ങനെ സമസ്ത മേഖലയിലും അങ്ങനെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ മദ്യവും ലോട്ടറിയും ഒക്കെ സ്വാഭാവികമാണ്. അതിനോടൊപ്പമാണിപ്പോൾ ഈ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇരുട്ടടി തരുന്നു ജനങ്ങൾക്ക്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വൈദ്യുതി സർക്കാരിനറിയാം എത്ര രൂപ കൂട്ടിയാലും വൈദ്യുതി ആവശ്യമുള്ളവർ ഒക്കെ തന്നെ അത് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് വൈദ്യുതിയുടെ ചാർജ് കൂടി കൂട്ടാനുള്ള ചില തന്ത്രങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുകയാണ്. ഇപ്പോൾ KCB, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ആവശ്യപ്പെടുകയാണ് യൂണിറ്റിന് 14 പൈസ കൂടി അധികമായി ഈടാക്കണം, എന്നാൽ മാത്രമേ വൈദ്യുതി വകുപ്പിന് മുമ്പോട്ട് പോകാനാവുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ തന്നെ കുടിശ്ശികയുണ്ട്. ആ പൈസ ഇനി അടയ്ക്കേണ്ടതുണ്ട്. 60.58 കോടി രൂപ ഈ ഇനത്തിൽ തന്നെ പിരിഞ്ഞു കിട്ടാനുണ്ട്. അതുകൊണ്ട് അധിക സർചാർജായി 14 പൈസ കൂടി കൂട്ടണം എന്നുള്ള കാര്യം KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റെഗുലേറ്ററി കമ്മീഷൻ ഇതിന്മേലൊരു മറുപടി പറഞ്ഞിട്ടില്ല. കാരണം സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. 14 പൈസ കൂടി കൂട്ടിയാൽ നിലവിൽ ഇപ്പോൾ യൂണിറ്റിന് 19 പൈസയാണ് KCB ആളുകളിൽ നിന്ന് വാങ്ങുന്നത്. ഇനി 14 പൈസ കൂടി കൂട്ടിയാൽ യൂണിറ്റിന് 33 പൈസയാകും. അങ്ങനെയെങ്കിൽ ഒരു മാസം ശരാശരി 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് 33 രൂപ കൂടി അധികമായി നൽകേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്നത് കൊണ്ട് സർക്കാർ അത്ര പെട്ടെന്ന് ഇപ്പോൾ ഒരു വൈദ്യുതി നിരക്ക് കൂട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് നീങ്ങുന്നത്. KCB ആവശ്യം ഉന്നയിച്ചു. ഇനിയും വൈദ്യുതി റെഗുലേറ്ററി ബിൽ ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അത് അംഗീകരിച്ച് സർക്കാരിൻ്റെ അനുമതി കൂടി കിട്ടിയാൽ വൈദ്യുതി നിരക്ക് കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് തടസ്സമായി നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിരക്ക് കൂട്ടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം KCBയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വെപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി വിനോദ്, കേരളത്തിൽ വിലവർദ്ധനവും ഇത്തരം ചാർജ് വർദ്ധനവും കാരണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ട് ദിവസങ്ങളാവുന്ന, ഭാഗികമായി ശമ്പള വിതരണം ആരംഭിച്ചു. ഇതൊക്കെ ബാധിക്കുന്നത് മധ്യവർത്തിയായ സാധാരണക്കാരായ ആളുകളെയാണ്. എന്തായാലും വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ള തീരുമാനം അത് തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയാണ് വിനോദ് പങ്കുവെക്കുന്നത്.